നമസ്കാരം. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടും പ്രതിപക്ഷം പ്രഹസനപക്ഷമായിരുന്നിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചത്? വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കും ഒന്ന് ആ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് തന്നെയാണ് എന്റെ ഉത്തരം. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല ഫലം എന്നാണ് പറയാനുള്ളത്. മാത്രവുമല്ല, ഈ ഓരോ ഇലക്ഷനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ, ഈ സമയത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണ്. പല രീതിയിലുള്ള രാഷ്ട്രീയങ്ങളാണ് അതിനിടയിൽ പറഞ്ഞ് നമ്മൾ പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ, നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ, നാടിനെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴും വോട്ട് കൂടുതൽ കിട്ടാനും, അങ്ങനെ സംസാരിക്കുമ്പോഴും ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒക്കെ സാധ്യത ആർക്കാണ്? ഇടതുപക്ഷത്തിന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? അത് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പെൻഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ പവർ കട്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഇല്ല. അതുപോലെ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കും. ജനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ നാടിന്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോയി. അതായത് വികസന തേരിലാണ് നമ്മുടെ സംസ്ഥാനം ഉള്ളത്. അപ്പൊ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് പറയാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നമുക്കൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കും എന്ന് നമ്മുടെ എതിരാളികൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ ഒരു തന്ത്രം പയറ്റി. വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരു അജണ്ട പ്രതിപക്ഷത്തിന് തുടക്കം മുതൽ തന്നെ, ഈ നോട്ടിഫിക്കേഷൻ, ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു ഗംഭീര ഗെയിം കളിച്ചത്. സഖാക്കളെ നൈസായിട്ട് കുരുക്കാൻ വേണ്ടി ഒരു കുടുക്ക് വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ അറസ്റ്റൊന്നും ചെയ്തില്ല. പക്ഷെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വക്കിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ നേരത്തൊക്കെ എന്താണ് ഉണ്ടായത്? മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയാണ്, അല്ലെ? രാഹുൽ ഈശ്വറിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അപ്പോഴൊക്കെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ തൊട്ടിലിട്ട് ആട്ടിയ മനോരമ തന്നെയാണോ ഈ വാർത്ത കൊടുക്കുന്നത്? ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പലരും ചോദിച്ചു. എന്നാൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു മനോരമയും മാതൃഭൂമിയും പ്രതിപക്ഷവും നടത്തിയത്. അങ്ങനെ വിവാദങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരും സഖാക്കൾ എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം നല്ല പ്രതികരണ ശേഷിയുള്ളവരാണല്ലോ സഖാക്കൾ. അതുകൊണ്ട് അവർ അതുപോലെ തന്നെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നു. അതിനിടയിൽ ഈ വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു പരാജയവും അവസാനമല്ല. പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽച്ച ചരിത്രമാണ് സഖാക്കൾക്കുള്ളത്. ഒരു തോൽവിക്കും ഒരു സഖാവിനെയും തളർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനേയും ഏതിനെയും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകും. ഇതിനിടയിൽ ശബരിമല വിഷയം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അത്തരം വിവാദങ്ങളും അത്തരം പ്രശ്നങ്ങളും ഒക്കെ ആയി അങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പെൻഷൻ നമുക്കറിയാം, ഒരുമിച്ചൊക്കെയാണ് ഇത്തവണ പെൻഷനൊക്കെ കൊടുത്തത്. അങ്ങനെ ഒരുമിച്ച് പെൻഷൻ കൊടുത്തതൊക്കെ ജനങ്ങൾക്കിടയിൽ അനുകൂലമായ ഒരു വോട്ടായി മാറുമോ എന്നൊക്കെ പ്രതിപക്ഷം ഭയന്നിരുന്നു. പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പൈസ കൊടുക്കുന്ന വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷം എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സഖാക്കൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. പൊതിച്ചോറ് കൊടുക്കേണ്ടടുത്ത് പൊതിച്ചോറ് കൊടുക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു സഖാവ് ഏറ്റിട്ടുണ്ടോ ആ ഏറ്റതൊക്കെ നടപ്പിലാക്കുന്ന ഒരു അത്തരത്തിലുള്ള നട്ടലുള്ള ആളുകളാണ് സഖാക്കൾ എന്ന് ആർക്കാണ് അറിയാത്തത്. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ വീഴ്ചകൾ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. ചുമ്മാ നമ്മളിങ്ങനെ എന്തായാലും ഒരു തോൽവി സംഭവിച്ചല്ലോ എന്നൊന്നും ഓർത്ത് ആരും ഇരിക്കണ്ട. നമുക്കറിയാമല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ചെറിയ രീതിയിലുള്ള ഒരു തോൽവി ഏറ്റിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിജീവിച്ച് വന്ന ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ സർക്കാർ തന്നെ നേട്ടമുണ്ടാക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള വീഴ്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് വളരെ നല്ലതാണ്.
ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമുക്ക് പോയി 2 ടേമായിട്ട് ഈ അധികാരം കിട്ടിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, ചിലർക്കൊക്കെ ചെറിയ ഹെഡ് ബൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ച് ജനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്നത്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരുമായി സംവദിക്കുക, അവരുമായി മാക്സിമം ഇടപഴകുക, അവര് നിങ്ങളത് അങ്ങനെ ചേർത്ത് നിർത്തും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നുണ്ട്. പക്ഷെ ആ പരിഹരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ എങ്ങനെ അതിൽ നിന്നൊക്കെ, ആ വിഷയത്തിൽ നിന്നൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ ഇങ്ങനെ നമ്മുടെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുമെന്ന് പ്രതിപക്ഷം നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് അതിനുവേണ്ടി പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ശത്രുവിനെയും വെറുതെ ചെറുതായിട്ട് കാണരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ഓവർ കോൺഫിഡൻസിൽ ഒന്നിനെ നേരിടരുത്. നമ്മൾ എല്ലാത്തിനെയും നേരിടുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വേണം. എന്നാലും എതിരാളികൾ അത് ശക്തന്മാരാണ് എന്ന് കരുതി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷം ഇത്ര നിർജീവമായിരുന്നിട്ട് പോലും നമുക്ക് അനുകൂലമായ ഒരു തരംഗം വീശാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീഴ്ച തന്നെയാണ്. വീഴ്ച എന്ന് തന്നെ പറയാൻ നമ്മൾ പഠിക്കണം. തോൽവിയെ തോൽവി എന്ന് തന്നെ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് എന്തായാലും അതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇനി മുന്നോട്ട് വരണം എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരിടത്തും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ എന്താ ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞുതരാം. പൊതുവെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു മൊബൈൽ ഉണ്ട്. മൊബൈൽ ഇല്ലാത്ത ആരും തന്നെ ഇല്ല, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും മൊബൈൽ. ആ മൊബൈലിലേക്ക് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിലൂടെ അവർക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ അവരെങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മളെ ഏൽപ്പിച്ച പണികൾ, അല്ലെങ്കിൽ ഞാൻ മെമ്പർ ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അവരെയൊക്കെ അറിയിക്കുക. ഇതിന്റെ കാലത്തിനനുസരിച്ച് നമ്മൾ പോവുക, കാലത്തിനൊപ്പം തന്നെ ഓടുക. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ അങ്ങനെ അത്ര വ്യക്തമായിട്ട് സൂക്ഷ്മതയോടെ നോക്കുന്ന ആളുകളൊന്നുമല്ല ഇവരെന്ന് പറയുന്നത്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അവർ ക്രോസ് ചെക്ക് പോലും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാവുക. ഇനി നിങ്ങൾ സജീവമല്ലെങ്കിൽ പോലും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വീഡിയോ എങ്കിലും നിങ്ങൾ ഓരോ ഇടങ്ങളിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കാനും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ നമ്മൾ അവർക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് എതിരെ ഇത്തരം എന്തെങ്കിലും ഈ ആരോപണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ അവരെ പുറത്താക്കിയേക്കുക. നമ്മൾ അവരെ പുറത്താക്കിക്കൊണ്ട് നമ്മൾ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ അടുത്തു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നമ്മളും ഈ പറയുന്ന വേട്ടക്കാരനെയും ഇത്തരം ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ അവൾക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളെ കാണുമ്പോൾ പുച്ഛത്തോടെ മാത്രമേ അവര് നോക്കുകയുള്ളൂ. വർഗീയതക്കെതിരെയാണ് നമ്മൾ എന്ന് ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുമ്പോൾ അതിനെതിരെ നമ്മൾ രക്ഷം വിടുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ സ്റ്റാൻഡ് സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ എന്താ പറയാ, അതിനെതിരെ ഒരു മുഖം നോക്കാതെ ചില കാര്യങ്ങളിലൊക്കെ പ്രതികരണം രേഖപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം അവർ ഇൻക്ലൂഡ് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതായത് മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തുന്നു, വർഗീയപരമായിട്ട് അപകീർത്തിപ്പെടുത്തുന്നു എന്നതായിരുന്നു അന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ അത് ഉയർന്നു വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ദ ഹിന്ദുവിനെതിരെ ഒരു നോട്ടീസ് അയക്കുന്നതും ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള നിങ്ങളൊരു മറുപടി തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഒരു വിഷയം ഉയർന്നു വരാൻ നോക്കി നിൽക്കരുത്. അത്തരം ഒരു കാര്യങ്ങൾ, ഒരു വ്യാജ വാർത്ത വന്നാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുക, അതിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുക. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകം പോലെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയണം. അങ്ങനെ അറിയാതിരുന്നിട്ടൊരു കാര്യവുമില്ല, അത് അറിയിക്കണം. അത് അറിയിക്കാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാ വാതിലുകളും തുറന്നിടുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 3.0 സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എങ്ങനെ സംഭവിക്കും എന്ന് തന്നെ ഞാൻ പറയാം. ഈ പരാജയത്തിൽ നിന്ന് സഖാക്കളുടെ ഒരു ഒന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ മുമ്പിൽ ഒരു നുണക്കോട്ടയും എങ്ങനെ വന്നാലും പിടിച്ചു നിൽക്കില്ല. നുണക്കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ഇടതു തരംഗം ആഞ്ഞടിക്കും. ഇവിടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി വാറിപ്പറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് മക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഉണർന്ന് പ്രവർത്തിച്ചോ. കുറച്ചു മാസം മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. മാത്രവുമല്ല, നമ്മൾ എല്ലാ സൂചികയിലും ഒന്നാമതാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യവസായ രംഗത്ത്, ടൂറിസം രംഗത്ത്, അങ്ങനെ ഏത് രംഗം എടുത്തു നോക്കിയാലും നമ്മൾ ഒന്നാമത് തന്നെയാണ്. ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെ എല്ലാ മേഖലയിലും ഒന്നാമതായി ഇങ്ങനെ മുന്നേറണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ഉണ്ടായേ മതിയാകൂ. ഇവിടെ വർഗീയതയുടെ
വേരറക്കാൻ കഴിവുറ്റൊരു പാർട്ടി ഇത് മാത്രമാണ്. ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. എന്തായാലും നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഇവിടെ ഇടതുപക്ഷം ഉണ്ടാകണം. ഇടതുപക്ഷം ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി ആലോചിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.